നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. ആധാർ നടപടികൾ ജനസൗഹാർദ്ദമാക്കുന്ന തിരക്കിലാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ആധാർ കാർഡ് വാട്സാപ്പിൽ ലഭ്യമാക്കിയിരിക്കുകയാണ് സർക്കാർ. ആധാർ ഫോട്ടോ കോപ്പി എടുക്കുന്നത് വിലക്കിക്കൊണ്ട് അടുത്തിടെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടികൾ കടുപ്പിച്ചിരുന്നു. പകരം വിവിധ സേവനങ്ങളിൽ ആധാറിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. അതുപോലെ വിവാഹത്തിന് ശേഷം പലരുടെയും പേരുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേരുകളിൽ മാറ്റം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ നടത്താറുണ്ട്. ഇതോടെ സാമ്പത്തിക വിനിമയങ്ങളിൽ പ്രധാനപ്പെട്ട പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയിലെ പേരിലും മാറ്റം വരുത്തേണ്ടി വരും. ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് സൗകര്യപ്രദമായി ഒരു മൊബൈൽ ഫോണിലൂടെ ഇത്തരം അപ്ഡേഷൻ വരുത്താൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വാട്സാപ്പ് വഴി ആധാർ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാം, അതുപോലെ വിവാഹശേഷം ആധാറിലെയും പാൻ കാർഡിലെയും പേര് വീട്ടിലിരുന്ന് ഓൺലൈനായി എങ്ങനെ മാറ്റാം എന്നുള്ളതുമാണ്. ആദ്യം തന്നെ ആധാർ വാട്സാപ്പ് അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. മുതിർന്ന പൗരന്മാർക്കും മറ്റും ആധാറിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ ഔദ്യോഗിക വെബ്സൈറ്റിലും മറ്റും കയറിയെടുക്കുക തികച്ചും ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് സേവനങ്ങൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വാട്സാപ്പിലേക്ക് എത്തിക്കുന്നത്. സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ നീക്കങ്ങളും ഈ വാട്സാപ്പ് ഇന്റഗ്രേഷൻ കരുത്തേകിയെന്നാണ് വിലയിരുത്തൽ. ഇനി മുതൽ ആധാർ കോപ്പികൾക്ക് ആളുകൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റോ ഡിജി ലോക്കറോ ആശ്രയിക്കേണ്ടി വരില്ല. മൈ ഗവൺമെന്റ് ഹെൽപ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴിയാകും വാട്സാപ്പിന്റെ ആധാർ ഇന്റഗ്രേഷൻ സാധ്യമാകുക. വാട്സാപ്പ് വഴി ആധാർ നേടുന്നതിന് ഉപയോക്താക്കൾ ആദ്യം +91 9013151515 എന്ന നമ്പർ ഫോണിൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലുള്ള വാട്സാപ്പ് അക്കൗണ്ട് വഴി മാത്രമേ കാര്യങ്ങൾ നടക്കൂ. കൂടാതെ ഇതേ നമ്പറിൽ ഡിജി ലോക്കറും സജ്ജമാക്കിയിരിക്കണം. ഈ നടപടികളെല്ലാം പൂർത്തിയാക്കുന്നവർക്ക് വാട്സാപ്പ് വഴി ആധാർ സേവനങ്ങൾ ആസ്വദിക്കാം. എങ്ങനെ ഇത് ആക്റ്റീവ് ആക്കാമെന്ന് നോക്കാം. വാട്സാപ്പിൽ നിന്നും +91 9013151515 എന്ന നമ്പറിലേക്ക് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന് മെസ്സേജ് അയയ്ക്കുക. ഇതോടെ ചാറ്റ് ബോട്ട് ഡിജി ലോക്കർ സേവനങ്ങളുടെ ഒരു മെനു പ്രദർശിപ്പിക്കും. ഇതിൽ നിന്ന് ഡിജി ലോക്കർ തിരഞ്ഞെടുക്കുക. ഡിജി ലോക്കർ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ അനുമതി നൽകുക. തുടർന്ന് 12 അക്ക ആധാർ തിരിച്ചറിയൽ നമ്പർ നൽകുക. ഇതോടെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകുക. ഇപ്പോൾ നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും ഒരു ലിസ്റ്റ് ദൃശ്യമാകും. ഇവിടെ ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ ആധാറിന്റെ PDF പകർപ്പ് ഡൗൺലോഡ് ചെയ്യാനാകും. ഈ സേവനം വഴി ഒരു സമയം ഒരു PDF ഡോക്യുമെന്റ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ കഴിയൂവെന്ന് പ്രത്യേകം ഓർക്കുക. കൂടുതൽ രേഖകൾ ആവശ്യമെങ്കിൽ മുകളിൽ പറഞ്ഞ നടപടിക്രമങ്ങൾ വീണ്ടും പിന്തുടരേണ്ടി വരും. വാട്സാപ്പ് വഴി ആധാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് ഡിജി ലോക്കർ സജ്ജമാണെന്നും ഉറപ്പുവരുത്തുക. ഇനി പാൻ കാർഡിലെ പേരിൽ എങ്ങനെ മാറ്റം വരുത്താമെന്ന് നോക്കാം. NSDL അല്ലെങ്കിൽ UTIITSL വെബ്സൈറ്റ് സന്ദർശിക്കുക. ചേഞ്ച് കറക്ഷൻ ഇൻ പാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാൻ നമ്പർ, പേര്, ജനന തീയതി, ഇമെയിൽ ID എന്നിവ എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് 15 അക്ക ടോക്കൺ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടും. തിരുത്തൽ വരുത്താൻ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്തത് ജനന തീയതി, വിലാസം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ, ഫോട്ടോഗ്രാഫ് എന്നിവ അപ്ലോഡ് ചെയ്യുക. ഫീസ് അടയ്ക്കുക. തുടർന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അക്നോളജ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് ഇത് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് പരിശോധിക്കാം. ഇനി ആധാർ കാർഡിലെ പേരിൽ എങ്ങനെ മാറ്റം വരുത്താമെന്ന് നോക്കാം. UIDAI ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ആധാർ സെക്ഷൻ തിരഞ്ഞെടുക്കുക. ആധാർ നമ്പർ, OTP എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നെയിം അപ്ഡേഷൻ ഓപ്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കം ആവശ്യമായ രേഖകൾ സബ്മിറ്റ് ചെയ്യുക. 50 രൂപ നോൺ റീഫണ്ടബിൾ ഫീസ് അടയ്ക്കുക. നൽകിയ വിവരങ്ങൾ റിവ്യൂ ചെയ്യുക. ശ്രദ്ധാപൂർവം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സർവീസ് റിക്വസ്റ്റ് നമ്പർ സുരക്ഷിതമായി സൂക്ഷിക്കുക. പിന്നീട് അപേക്ഷയുടെ സ്റ്റേറ്റസ് അറിയുന്നതിനായി അഥവാ ട്രാക്ക് ചെയ്യുന്നതിനായി ഈ പ്രത്യേക നമ്പർ പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.